ഇതിനായിട്ട് ഇത് ആ കുട്ടീൻ്റെ വീഡിയോ കണ്ടാലറിയാം ആ കുട്ടി ക്രിയേറ്റ് ചെയ്യാണ്. ബാക്കിലേക്ക് മാറി നിന്ന് വരാം, പിന്നെ മുന്നോട്ട് തന്നെ വരാം. എന്നിട്ട് അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ സൗകര്യത്തിൽ ചെരിഞ്ഞ് നിന്ന് കൊടുക്കുക. എന്നിട്ട് ആ തട്ടണം മുട്ടണമൊക്കെ അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുക. അവർ സൗകര്യം ചെയ്യാണ്. അവർ മാക്സിമം അത് മുതലെടുക്കുക ചെയ്യണം. ആ റീച്ച് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യണത്. വീഡിയോ ആ വിഷയം ഞാൻ വീഡിയോ ആർക്കും ഷെയർ ചെയ്തില്ല. അങ്ങനെ ഇവന് മാത്രം ഷെയർ ചെയ്തുള്ളൂ. ഒരു കുട്ടീനെ ഞാൻ അറിയിച്ചില്ല ഇങ്ങനെ സംഭവം ഉള്ളത് എന്നുള്ള കാര്യം. പിന്നെ ഇവന് ഇന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയടാ നീ ടെൻഷൻ അടിക്കല്ല. ഞാൻ ഒന്നാമത് എനിക്ക് ഇന്നലെ വർക്ക് അതിനോട് ഞാൻ തിരക്കായിരുന്നു. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വരാം, ഞാൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് അവന് പിന്നെ വൈകിട്ട് വിളിച്ചില്ല. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ വർക്ക് കഴിഞ്ഞിടയ്ക്ക് നല്ല ബാക്ക് പെയിൻ ആയതിനെ കൊണ്ട് ഞാൻ എന്താക്കി, അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ ഇവിടെ പോയിരിക്കും. മാനഞ്ചേരയിൽ പൊതുവെ മാനഞ്ചേര ബീച്ചിൽ പോയിരിക്കണതാണ്. പിന്നെ ഞാൻ കൊണ്ടുകൊണ്ട് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഈ വർക്ക് 8:30 വർക്ക് കഴിഞ്ഞ് 9:30 മണി അവനെ ഏകദേശം 9 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങണത്, ഷോപ്പിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ ഇത്രയും ദൂരം ഇനി ഇവിടെ അവനോട് സംസാരിച്ച് ഇരുന്ന് പിന്നെ അത് അത്ര മാറ്ററായിട്ട് കണക്കാക്കിയിട്ടുമില്ല. അത്ര ഓനതിൽ ഓവർ പാനിക്കായിട്ടൊന്നുമില്ല, അവൻ ടെൻഷൻ അടിച്ചിട്ടൊന്നുമില്ല. അവൻ സാധാരണ രീതിയിലുള്ള എന്താണ് ചെയ്യാന്ന് വെച്ചാൽ അവന് ലീഗലായിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കാം. നീ വക്കീലിൻ്റെ നമ്പർ ആയിരുന്നെങ്കിൽ നീ ഇതാക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞാണ്. എടാ ഞായറാഴ്ച വരാം, ഞായറാഴ്ച നമുക്ക് എന്തായാലും സംസാരിക്കുക, ഈ വിഷയം സംസാരിക്കുക. തൽക്കാലം നീ എന്തായാലും ഇത് പുറത്തേക്ക് ഇറങ്ങണ്ട, നീ വീട്ടിലിരുന്നാണ്. ഇതിപ്പോൾ വൈറലായതല്ലേ. ഇനിയിപ്പോൾ മാനഞ്ചേരക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള സംസാരം വരണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, നീ അവിടെ നിന്ന് നിൽക്ക്, നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം, വന്നിട്ട് ഞങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ കാണാം, സംസാരിക്കുക, ലീഗലായിട്ട് പ്രൊസീഡ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഫോൺ 2 സ്വിച്ച് ഓഫ്. എനിക്ക് ടയർഡായതുകൊണ്ട് രാവിലെ ഞായറാഴ്ച ദിവസമാണ്, ലീവുള്ള ദിവസമാണ്, ആരും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കിടന്നതാണ്. ഇന്ന് രാവിലെ ഫോൺ 6 മണിക്ക് അലാറം അടിഞ്ഞ് ഫോൺ ഓണായാടാണ് എനിക്ക് കോൾ വരുന്നത്, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇവനാണെങ്കിൽ ഇവിടെ ആകെ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ, പ്രായാധികമുള്ള അച്ഛനമ്മ മാത്രമേ ഉള്ളൂ, വേറൊരു റിലേറ്റീവും ഇല്ല. അവർ രണ്ടാളും അവന് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ, വേറെ ആരുമില്ല. പിന്നെ എന്ത് സഹായം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഞങ്ങളെ വിളിക്കും, റൂട്ട് പോയിട്ട് ഞങ്ങളെ വിളിക്കും, ഞങ്ങളിവിടെ അടുത്തുള്ളവരാണ്, വേഗം വരൂ, അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. ഇതിങ്ങനൊരു സംഭവം എന്തായാലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ എന്ത് പ്രവൃത്തി ആര് ചെയ്തതായാലും അത് തക്കതായ ശിക്ഷ കിട്ടണം. അത് ഏത് രീതിയിലായാലും അവർക്ക് അതിനുള്ള ഇതവിടെ എത്തണം, റീച്ച് അവിടെ എത്തണം. ഇത് ജനങ്ങൾ അറിയണം. മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ കരുതണത്. അത് തന്നെ ഇപ്പോൾ ഈ അച്ഛനമ്മേൻ്റെ അഭിപ്രായം കൂടി ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. കാരണം ഞാനൊരു സുഹൃത്ത് എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് എനിക്ക് നല്ല പ്രതിഷേധമുണ്ട്. എൻ്റെ ഒരു മനവിഷമം വെച്ചെങ്കിൽ പിടുത്തം വിട്ട മനവിഷമാണ്. പക്ഷേ സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ മിണ്ടാതെ നിൽക്കുകയാണ്. അച്ഛനമ്മേൻ്റെ അഭിപ്രായം ചോദിക്കൂ, കേസായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പൂർണ്ണമായിട്ട് അതിൻ്റെ കൂടെ നിൽക്കൂ. ഏതറ്റ വരെ പോകാൻ പറ്റുമോ അത് അറ്റ വരെ പോവുകയും ചെയ്യും. എന്തായാലും ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇത്തരം പ്രവണതകൾ ചെറിയ കാര്യങ്ങളായിട്ട് പോകുക. അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടെങ്കിൽ ആ സമയത്ത് അറിയിക്കുക. ബസ്സിലുള്ളവരാണെങ്കിലോ സ്റ്റേഷനിലായിട്ടോ അവരെ അറിയിക്കുക, എങ്ങനെ സംഭവിച്ചുകൾ അതിനെതിരെ പറയാം. അതൊക്കെ ഇതിനൊക്കെ നമ്മൾ നിയമത്തിലൊക്കെ സംവിധാനങ്ങളില്ലേ, അവരെ വിളിച്ച് ശകാരിക്കുക, അവരോട് മാപ്പ് പറയുക, ഇതൊക്കെ ഉണ്ടല്ലോ. ഇനി അത് പറഞ്ഞ് ചെയ്തതാണെങ്കിൽ, അറിയാതെ ചെയ്തതാണ് ഈ പരസ്പരം സംസാരിച്ചാൽ തീർക്കാനുള്ള പ്രശ്നങ്ങളുള്ളൂ. ഇതിനായിട്ട് ഇത് ആ കുട്ടീൻ്റെ വീഡിയോ കണ്ടാലറിയാം ആ കുട്ടി ക്രിയേറ്റ് ചെയ്യാണ്. ബാക്കിലേക്ക് മാറി നിന്ന് വരാം, പിന്നെ മുന്നോട്ട് തന്നെ വരാം. എന്നിട്ട് അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ സൗകര്യത്തിൽ ചെരിഞ്ഞ് നിന്ന് കൊടുക്കുക. എന്നിട്ട് ആ തട്ടണം മുട്ടണമൊക്കെ അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുക. അവർ സൗകര്യം ചെയ്യാണ്. അവർ മാക്സിമം അത് മുതലെടുക്കുക ചെയ്യണം. ആ റീച്ച് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യണത്. വീഡിയോ അത് ആ വീഡിയോ കണ്ടാലേ അറിയൂ. എന്നിട്ട് അവർ പിറ്റേ ദിവസം ഒരു വീഡിയോ ഇടുക. അത് ഞാൻ ഇന്നലെ വൈകിട്ടാണ് എൻ്റെ വേറെ സുഹൃത്ത് കുവൈത്ത് നിന്ന് അയച്ചതാണ്. ഇടയ്ക്ക് ഒരു വീഡിയോ കാണുന്നത് ഓൻ തന്നെ ആണോ വെച്ചിട്ട്. എന്നിട്ട് അതിനെ പറ്റിയിട്ട് ആ പെൺകുട്ടി ന്യായീകരണം തരാണ്. ഇത് ഞരമ്പ് രോഗികളുണ്ട്, ഇങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട്. ഇത്തരക്കാരാണ് ഞരമ്പ് രോഗം. അവർക്ക് അവരെ റീച്ച് കിട്ടാന്നുള്ള ഒരേ ഒരു മനോഭാവമുള്ളൂ. അവർക്ക് ഒരാളെ ജീവിതം ഈ പാവപ്പെട്ട അച്ഛനമ്മയ്ക്ക് ഞാരുണ്ട്, അവരാരും സംരക്ഷിക്കും വാർദ്ധക്യ സമയം